ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകമറിയാമിനോടുള്ള ദൈവദൂതൻ്റെ പ്രഖ്യാപനം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ളതായ വാക്യങ്ങൾ. 38-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: അതിനു മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. പരിശുദ്ധ കന്യകമറിയാമിനോട് ദൈവദൂതൻ്റെ പ്രഖ്യാപനം വരുമ്പോൾ പരിശുദ്ധ കന്യകമറിയാം ആദ്യം സംഭ്രമിച്ചെങ്കിലും പിന്നെ അത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ കന്യകമറിയാമിൽ പ്രകടമായ സ്വഭാവ സവിശേഷത എന്താണ്? ഒന്ന്, അസാധ്യമായവയെ സാധ്യമാക്കുന്ന ദൈവത്തിൽ ആഴമായി വിശ്വസിച്ചു എന്നുള്ളതാണ്. അസാധ്യമായവ സാധ്യമാക്കുന്ന ദൈവത്തിൽ ആഴമായി വിശ്വസിച്ചു എന്നുള്ളതാണ്. ലോകപ്രകാരം ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചിന്തിക്കുമ്പോൾ, ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അത് സാധ്യമായി തീരും എന്നുള്ളത് മറിയ ഉള്ളം കൊണ്ട് വിശ്വസിച്ചു എന്നുള്ളതാണ്. വിശ്വാസമാണ് ഏറ്റവും വലുത് എന്നുള്ളത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം വിളിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാം. അബ്രഹാം ഒരു സാധാരണ വിശ്വാസിയായി ഇറങ്ങിത്തിരിച്ചു എങ്കിൽ വിശ്വാസികളുടെ പിതാവായി അബ്രഹാം ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിച്ച് വിശ്വസിക്കുന്നു. അത് അബ്രഹാമിൽ കാണുന്ന സവിശേഷതയാണ്. വിശുദ്ധ കന്യകമറിയാമിലും അസാധ്യമായവയെ സാധ്യമാക്കുന്ന ദൈവത്തിൽ ആഴമായി വിശ്വസിച്ചു എന്നുള്ളതാണ്. 2, ദൈവകരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിച്ചു എന്നുള്ളതാണ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവകരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിക്കുന്ന മറിയയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ വലിയ നിയോഗം നിറവേറ്റുവാൻ ഞാനിതാ എന്നെ തന്നെ നിന്റെ കരങ്ങളിൽ സമ്പൂർണമായും സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. ദൈവകരങ്ങളിൽ സമ്പൂർണമായും സമർപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നാലും അതിൻ്റെ മധ്യത്തിൽ ദൈവം വിശ്വസ്തനാണെന്നും ആ വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ജീവിതം സമ്പൂർണമായി സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. ദൈവം വിശ്വസ്തനാണ് എന്നുള്ളതാണ്. വിശ്വസ്തനായ ദൈവത്തോടുള്ള വിശ്വസ്തതയാണ് വലുത് എന്നുള്ളത്. കന്യകമറിയാം ഈ വലിയ നിയോഗം നിറവേറ്റപ്പെടുവാൻ ഞാനിതാ എന്നെ തന്നെ സമ്പൂർണമായും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. വീണ്ടും ഒരു ക്രിസ്മസ് കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. അതിൽ പ്രധാന വ്യക്തിയാണല്ലോ വിശുദ്ധ കന്യകമറിയാം. കന്യകമറിയാമിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുക. 2, ദൈവകരങ്ങൾ സമ്പൂർണമായും സമർപ്പിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ ദിവസത്തിന് നല്ല നിമിഷത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, പരിശുദ്ധ കന്യകമറിയാമിനെ ദൈവദൂതനുള്ള അറിയിപ്പ് കൊടുത്തപ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുകയും ദൈവകരങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്തല്ലോ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങയുടെ സമർപ്പിക്കുവാനും അങ്ങയിൽ വിശ്വസിക്കുവാനും അങ്ങയോട് വിശ്വസ്തത പുലർത്തുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കും കർത്താവേ.
ബലഹീനൻ്റെ അടിയുള്ള കുറവുകളും കുറ്റങ്ങളും ഒക്കെ ക്ഷമിക്കണം. മാനവ മഹത്വത്തോടെ നിൽക്കണം. യേശുവിൻ്റെ തിരുനാമത്തിൽ തന്നെ ആമീൻ. കർത്താവായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റുഹായുടെ സംബന്ധ സഹവാസവും കഴിവുകളും ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.